ജയിച്ചു കഴിഞ്ഞ് ഈ MLA എന്തിനാണ് ഈ പരാതി എന്നോട് പിണറായി ചോദിക്കുകയാണ്. എന്റെ സംശയം അത് തന്നെയല്ലേ. പിണറായിയുടെ മുറി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കൊടിയേരി കൈകാട്ടി വിളിച്ചാൽ കൊണ്ടുവരും. ഇതെല്ലാം പുള്ളി ചോദിക്കുക, അതിനും ചോദിക്കുക, ജയിച്ചു കഴിഞ്ഞ് എന്തിനാണ് MLA പരാതി തന്നത്? അപ്പൊ അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയമാണത്. പിന്നെ ഒരു പരാതി വന്ന ഉടനെ കരിമല്ലേ കൊണ്ടുവന്നിട്ട് കൊണ്ട് ഇളക്കി കരിമന് ചെയ്യാവുന്ന പണിയെല്ലാം പുള്ളി ചെയ്തു. എനിക്കറിയാം, അതേപ്പറ്റി ഇപ്പൊ ഒന്നും പറയുന്നില്ല. എന്റെ ശിക്ഷ കിട്ടിയല്ലോ, അവിടെ ജനങ്ങൾ കൊടുത്തല്ലോ. അപ്പോ ഒന്നും ചെയ്യാൻ പാടില്ല. അത്ര സുഹൃത്തായിരുന്നു എന്റെ, മനസ്സിലായില്ലേ? കരിമന്റെ സഹായത്തോടാണ് ഇൻഡസ്ട്രിയൽ മന്ത്രിയായിരിക്കുമ്പോൾ ഈ 16 ഏക്കർ വാങ്ങി ഈ ഹോസ്പിറ്റൽ, എഞ്ചിനീയറിംഗ് കോളേജ്, MBA ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നിർമ്മിച്ചത് അവരുടെ സ്ഥലമാണ്. അത് അത്ര കാര്യമാണ്. അപ്പം ഇതൊക്കെ സംഭവിച്ച കാര്യം പറയുകയാണ്. എനിക്കൊരു വിരോധമില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പാർട്ടിയിൽ രാജിവെച്ചു പോയത്. BJP പോന്നാ പറയുന്നത്. അത് കഴിഞ്ഞപ്പോ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് വീണ്ടും BJP പോകണം. എന്താ ഇത്? ഇപ്പൊ BJPയും കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ വിഭാഗം ക്രിമിനൽസ് ആലപ്പുഴയിൽ പാർട്ടിയുടെ തണൽ കിടക്കുന്നല്ലേ ഇതിന്റെ അർത്ഥം? അങ്ങനല്ല ചിന്തിക്കേണ്ടത്. ഒരാളെങ്കിലും BJPയിലോട്ട് പോകും. അത് ഒരാളാണോ? ഞാൻ 62 വർഷക്കാലത്ത് എന്റെ പ്രവർത്തനമല്ലേ. എന്റെ വ്യക്തിപരമായി സഹിക്കുന്ന എത്ര ആയിരം ആള് കാണും. ഇത്ര എനിക്കറിയാൻ വയ്യാത്ത ആളാണ്. ഗവർണർ പോസ്റ്റ് ഓഫർ ചെയ്താൽ ഞാൻ പോവോ? ഇതൊക്കെ വ്യക്തമായ കാര്യമാണ്. ഇതെല്ലാവർക്കും അറിയാം. ഇത് അറിഞ്ഞാൽ കൊള്ളാം. അതുകൊണ്ട് സജി ചെറിയാൻ ഉപദേശം ഇങ്ങനെയല്ല വരേണ്ടത്. പാർട്ടിയിൽ ദീർഘകാലം പ്രവർത്തിച്ച് ഞങ്ങളുടെയും കൂടിയൊക്കെ നേതാവായത് G. സുധാകരന്റെ ഫേസ്ബുക്ക് വഴി ആക്ഷേപിച്ച മുഴുവൻ ഞങ്ങൾ പരിശോധിക്കും. ഒരാളെപ്പോലും വെറുതെ വിടില്ല. ഞങ്ങൾ ഖേദിക്കുന്നു. അദ്ദേഹത്തിന് വിഷമമുണ്ടായത് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അത് ആവർത്തിക്കില്ല എന്നൊരു വാക്കല്ല പറഞ്ഞത്. എന്നെ ഉപദേശിക്കുകയാണ് പാർട്ടിയോട് ചേർന്ന് പോകാൻ, പാർട്ടിക്കകത്തുള്ള എന്നോട്. ഇപ്പൊ ഈ കുടുംബനാഥനായ എന്നോട് ഒരാൾ പറയുകയാണ്, നിങ്ങളുടെ പാർട്ടിയുടെ ആ വീടിന്റെ മുറ്റത്തൂടെ പോകാൻ. യു സീ, ഇതൊരു പാർട്ടി അനാലിസിസ് ആണോ? പാർട്ടി വാചകമാണോ? ഇത് ശരിയാണോ? താത്വികമായി, സംഘടന, രാഷ്ട്രീയമായി ഇതിന്റെ പേരിൽ അയാളുടെ പേര് നടപടി എടുക്കണ്ടല്ലേ? ഈ സ്റ്റേറ്റ്മെന്റിന്റെ പേര് പാർട്ടിയോട് ചേർന്ന് പോകാൻ പറഞ്ഞേന്. ഒരാഴ്ച 3 ദിവസം പാർട്ടി വെച്ച് പോയിരിക്കുന്ന ഞാൻ പിണറായി പറഞ്ഞല്ലോ അവിടെ പോയിരിക്കണമെന്ന് എന്നോട്. എന്റെ പ്രസംഗങ്ങളൊക്കെ എടുത്ത് നോക്കുന്നത് നിങ്ങൾക്ക് എന്താ ജോലി? നിങ്ങളത് ചെയ്യുന്നല്ലോ. ഞാൻ ആകെ പോയത് 2 സമ്മേളനങ്ങളിലാണ്. കോൺഗ്രസിന്റെ സംഘടന ഉണ്ടാക്കിയതല്ല, അവരുടെ സാംസ്കാരിക സമിതിയാണ്. ഒന്ന് തിരുവനന്തപുരത്ത് ഗാന്ധിജിയും ശ്രീനാരായണഗുരുവും തമ്മിലുള്ള സംഗമം. പ്രസംഗിക്കാൻ എന്നെ വിളിക്കാൻ എന്റെ അംഗീകാരമല്ലേ? അവർക്ക് എന്നെ വേണേൽ വിളിക്കായിരുന്നു. ഞാൻ പോയി പ്രസംഗിച്ചത് അതുപോലെ തന്നെ ശിവഗിരി മഠത്തിന്റെ മാസികയിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് നിങ്ങളെ ടെലിവിഷൻ കൂടി ഇവർ ആരോപണം ഉന്നയിക്കുന്നതല്ലേ, നിങ്ങൾ കുറച്ച് ഭാഗം കൊടുക്കും. അവരെടുത്ത് പ്രസിദ്ധീകരിച്ചു. അവിടെ കോൺഗ്രസിനെ എവിടെ പോയിട്ടേക്കുന്നത്? കോൺഗ്രസിനെ പോയത്തരാണ് കോൺഗ്രസിന് വേദി പോണത്. ഇവിടെ കോൺഗ്രസിനെ പോയത്തന്നെ കോൺഗ്രസിനെ ചേർന്നാ പോലെ. വെളിയിൽ നിന്നെന്നാ CPM എന്നുകൊണ്ട് എന്തിനാ പോയിട്ടുന്നതിന് വല്ല പ്രയോജനമുണ്ടോ? വീട്ടിൽ തന്നെയല്ലേ പറയും. രണ്ടാമത് ഗവൺമെന്റ് സ്ക്വയറില്ല. എന്താ വിഷയം? രാഷ്ട്രീയവും സംസ്കാരവും വിഷയമാണ്. സെമിനാറാണ്. സെമിനാറിൽ നമുക്ക് പങ്കെടുക്കാം. BJP പോവില്ല. മറ്റെല്ലാ പാർട്ടികളിലും പോവാൻ BJP പോവില്ല. മുസ്ലിം ലീഗിന് വേണമെങ്കിലും പോവാം. BJP പോവില്ല. കാരണം BJP അങ്ങനെയാണ് പാർട്ടി കോൺഗ്രസ് വിലയിരുത്തി. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താത്വികമായുള്ള ശത്രു. അല്ല, വ്യക്തിപരമല്ല. BJPക്കാരോട് വ്യക്തിപരമായിട്ടൊന്നല്ല. അവിടെ പോയി ഞാൻ സംസാരിച്ചു. അടിയന്തരാവസ്ഥയെ നിശ്ചിതമായി ഞാൻ വിമർശിച്ചു. അടിയന്തരാവസ്ഥയെ കോൺഗ്രസ് തള്ളിപ്പറയാത്തതുകൊണ്ടാണ് കോൺഗ്രസ് എഴുന്നേറ്റം പിടിക്കാത്തത്. അത് തള്ളിപ്പറയാതെ രക്ഷപ്പെടുത്തില്ല എന്ന് ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അവര് കൈപിടിച്ചു. ചിദംബരം ഇപ്പൊ പറഞ്ഞു അടിയന്തരാവസ്ഥ ശരിയാണ്, അയാളെ കൊല്ലാൻ പോവാ കോൺഗ്രസ്. കോൺഗ്രസിന് വല്ല മാറ്റമുണ്ടോ? മെലിഞ്ഞിട്ടും വല്ല മാറ്റമുണ്ടോ? അടിയന്തരാവസ്ഥ ബോധമായിരിക്കുന്നത് ഇപ്പോഴും. മനസ്സിലായോ? അപ്പൊ ബാലനെയും സഹിച്ചറിയാനും അവർ സെമിനാറിന് വിളിക്കുന്നത് ഞാനാണ് ഉത്തരവാദി. ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് അവര് സംസാരിക്കത്തുള്ളതുകൊണ്ട് ആ സ്റ്റേജ് അനുസരിച്ച് ബഹുമാനിച്ചുകൊണ്ട് എന്റെ രാഷ്ട്രീയം ഞാൻ പറയും. അതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്. ഇപ്പൊ ചന്ദ്രചൂഡന്റെ അവാർഡ് എനിക്ക് വരുന്നു. TJ ചന്ദ്രചൂഡൻ തുറന്നു പറയുന്ന ആളല്ലായിരുന്നു. അവരെതിരെ എനിക്കത് ഞാൻ ശുപാർശ ചെയ്തു. ഞാനൊന്നും ശുപാർശ ചെയ്തില്ലല്ലോ. സൂപ്പർ അലിക്കോടിന്റെ പേരിലുള്ള അവാർഡ് എനിക്ക് അമ്പലപ്പുഴ വെച്ച് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് P. സുധാകരന്റെ പേരിലുള്ള അവാർഡ് തന്നു. അവാർഡ് എനിക്ക് കൊടുക്കരുത്, P. സുധാകരന്റെ G. സുധാകരൻ വിമർശിച്ചിട്ടുണ്ടെന്ന് ഇവിടെ നേതാവ് വിളിച്ചു പറഞ്ഞു കൊടുത്തു ആലപ്പുഴയിൽ. വല്ല കാര്യമുണ്ട് അവർക്ക്? ആ കുടുംബം തീരുമാനിച്ചല്ലേ അവരുടെ മറുപടിയും പറഞ്ഞു. അപ്പൊ എന്താ ഇങ്ങനെ നടക്കുന്നത്?
It is this small group of political criminals. They are afraid of something. They earn money. They earn positions. They live lavishly, luxuriously. They want to travel. They want to amass modern facilities. They don't want to hear any speech against corruption. If one speaks against corruption, he should be stopped. അല്ല ഞാനത് വിട്ടിട്ട് ചെയ്തിട്ട്